ഈ പാർലമെന്റിന്റെ ബഹുമാനരായ സ്പീക്കർ, ആദരണീയരായ അംഗങ്ങളെ, കുട്ടികൾക്കിണങ്ങുന്ന ഇന്ത്യ എന്ന വിഷയം ചർച്ച ചെയ്യാനാണ് ഈ പാർലമെന്റ് വിളിച്ചു ചേർക്കപ്പെട്ടുള്ളതെന്ന് അറിയാമല്ലോ. ലോകത്താകെ 220 കോടി കുട്ടികളാണ് ഇന്നുള്ളത്. നാളത്തെ ലോകം ഇന്ത്യയാണ്. നാളത്തെ പൗരന്മാരായ 49 കോടി കുട്ടികളുടെ ക്ഷേമ ഐശ്വര്യങ്ങളാണ് എന്റെ സർക്കാരിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണവും ചികിത്സയും കുട്ടികളുടെ അവകാശമാണ്. 2009 RTE ആക്ട് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണത്തിന് അവകാശമുണ്ട്. കലാപങ്ങളില്ലാത്ത സമാധാനപൂർണമായ ജീവിതമാണ് കുട്ടികൾക്ക് വേണ്ടത്. ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തെ അംഗീകരിക്കുന്ന മതനിരപേക്ഷമായ ഭരണഘടനയാണ്. നമുക്കുള്ള ആ മഹത്തായ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സമൂഹത്തിലാണ് സമാധാനവും ജനാധിപത്യവും പുലരുക. നാളത്തെ പൗരന്മാരാണ് ഇന്നത്തെ കുട്ടികൾ. കുട്ടികൾക്കിണങ്ങുന്ന ഒരു ഇന്ത്യ സൃഷ്ടിക്കാൻ എന്റെ സർക്കാരിന് ബാധ്യതയുണ്ട്. കുട്ടികൾക്ക് ഒരു ഇന്ത്യയും ഒരു ലോകവും സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പ്രകാരം ബഹുമാനപ്പെട്ട അംഗം യദുൻ രാജ് നന്ദി പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതിയോട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ലോകസഭയിലെ അംഗങ്ങൾ അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. സാർ, സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നേട്ടങ്ങളും രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാനുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിജിയുടെ ഉത്കടമായ അഭിവാഞ്ഛയും പ്രകടമാകുന്നതാണ് സാർ രാഷ്ട്രപതിയുടെ പ്രസംഗം. രാഷ്ട്രം എല്ലാ മേഖലയിലും ഉണ്ടാക്കിയ കണ്ണഞ്ചിപ്പിക്കുന്ന പുരോഗതിയുടെ ചിത്രമാണ് ഇവിടെ വരച്ചു കാട്ടപ്പെട്ടത്. ഈ സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളോട് ആദരണീയനായ രാഷ്ട്രപതിജി നടത്തിയ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. സ്നിയ, നിവേദ്, ശ്രീനന്ദ, അഭിജിത്ത്. വിദ്യാഭ്യാസത്തിനു മേലുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അംഗം കാർത്തിക്. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയും വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ വൻതോതിൽ വെട്ടിച്ചുരുക്കുന്ന നയത്തിൽ നിന്നും യൂണിയൻ സർക്കാർ പിന്മാറണം. രാജ്യത്ത് സൗജന്യ പൊതുവിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നോക്കുകുത്തിയാകുന്നു. സമീപകാലത്ത് പുറത്തു വന്ന കണക്കുകൾ കാണിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നാണ്. സർ, ഈ സഭയിൽ വെച്ച കണക്കുകൾ പ്രകാരം 2020-21 നിന്ന് 2021-22 ആയപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 1,95,081 നിന്ന് 1,75,261 കുറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 19,000 സീറ്റുകളുടെ കുറവ് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ മാത്രമുണ്ടായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ ഒഴുക്കാണ്. പൊതുവിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആയി സാർ. കേന്ദ്രത്തിലെ സർക്കാർ പാവങ്ങളുടെ കുട്ടികളുടെ പഠനാവകാശം അട്ടിമറിക്കുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൂടാതെ ഇന്ത്യയിൽ ആകെയുള്ള സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ആദരണീയയായ രാഷ്ട്രപതിജിയുടെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി രാജ്യത്തെ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിന്റെ തുകയിൽ തുല്യമായ ശതമാനം വകയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഈ രംഗത്ത് നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ പൊള്ളിയായ വികസനം തുറന്നു കാണിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ടതാണ്. ശിശു മരണനിരക്ക് എന്നത് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു കുട്ടി മരിക്കുന്നതാണ്. ഒരു രാജ്യത്തിന്റെ ആരോഗ്യത്തിന്റെയും വികസനത്തിന്റെയും പ്രധാന സൂചകമാണിത്.